ഹലോ, ഒരു ഡോറിമോൺ കേക്ക് ഉണ്ടാക്കിയാലോ? ഡാർക്ക് ഫാൻറ്റസി, പാല്, ബേക്കിംഗ് പൗഡർ, വീറ്റ്, ഹണി. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ടത്. നമുക്ക് ഏത് ക്രീം ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങൾ എടുത്തേക്കുന്നത് ഡാർക്ക് ഫാൻറ്റസി ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ആദ്യം ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തു. ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കാതര ഗസ്റ്റ് അപ്പിയറൻസ്. അതിൻ്റെ സെപ്പറേറ്റ് പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിട്ടൊന്ന് ഇട്ടു. പിന്നെ അതിലോട്ട് പാലൊഴിച്ചു നമ്മൾ മിക്സ് ചെയ്തു. നമ്മൾ ആക്ച്വലി ബിസ്ക്കറ്റിൻ്റെ ഇത് പൗഡർ മാത്രം മതി. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് വീറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് മൈദയോ എന്ത് വേണം ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വീറ്റാണ്, പക്ഷേ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന ക്രീമില്ലേ, അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഹണി ഒഴിക്കുക. നമുക്ക് ഏത് ചോക്ലേറ്റ് സ്പ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞങ്ങൾ എടുത്തേക്കുന്നത് ഹണിയാണ്. അപ്പോൾ മാഡം ടേസ്റ്റ് ചെയ്ത് ബാറ്ററിന് കുറച്ച് മധുരം കുറവാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് ഹണിയും കൂടി ഒഴിച്ചു, ഒന്നും മധുരം ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് നമ്മൾ പാൻ എടുത്തു. അതിലോട്ട് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ ചൂടായിട്ട് ബാറ്റർ ഒഴിച്ച് നമ്മളൊരു മിനി റൗണ്ട് ഷേപ്പിലോട്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഇങ്ങനത്തെ ഓരോരോ പേക്കൂത്ത്. എന്നിട്ട് അതാവുന്നതാണ് വരെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഒന്ന് അടച്ചൊക്കെ വെച്ച് അതൊന്ന് എടുത്തു. ഇതൊക്കെ നടക്കുന്ന രാത്രി 11 മണിക്കാണ്. അങ്ങനെ ഒരു പീസായി. അങ്ങനെ നമ്മൾ ബാക്കി 4 പീസിനുള്ള ബാറ്റർ നമുക്കത് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 4 പീസ് നമുക്കത് ചുട്ടെടുത്തു. സാധാരണ ഞങ്ങൾ ഈ ടൈമിൽ ഒരാൾ ചുടും, അപ്പോൾ അപ്പുറത്തെ ആൾ സ്പ്രെഡ് ചെയ്ത് കഴിക്കുകയും ചെയ്യും ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് 4 പീസായി. എന്നിട്ട് നമ്മൾ ഓരോ പീസിൻ്റെ ഒരു സൈഡിലോട്ടായിട്ട് നമ്മൾ ഈ സ്പ്രെഡ് അങ്ങ് തേച്ച് കൊടുത്തു നന്നായിട്ട്. അങ്ങനെ നമുക്ക് 2 പീസ് സെറ്റ് ചെയ്തു. ഫുൾ ഒരു 2 മിനി കേക്കായി. ഇതാണ്ട് കുട്ടി ടേസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി കേട്ടോ. അത്യാവശ്യം ഹോസ്റ്റലേഴ്സിനൊക്കെ ഒന്ന് ട്രൈ നോക്കാൻ പറ്റിയ സാധനമാണ്. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.